ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോവിഡ് കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേടിപ്പിക്കുന്ന ഓർമ്മകളുണ്ടല്ലേ. 2019 അവസാനം മുതൽ ആദ്യം ഇതാ കോവിഡ് വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് കോവിഡ് വരുന്നു, ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. നമ്മളെ കോവിഡ് ബാധിച്ചിട്ട് പലർക്കും ഉണ്ടാകുന്ന അപകടങ്ങൾ, മരണനിരക്കുകൾ, അതിനുശേഷം കോവിഡ് വന്നു മാറിയതിന് ശേഷം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞിട്ട് കോവിഡിൻ്റെ വാക്സിൻ എടുത്തു, വാക്സിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വാക്സിൻ്റെ സൈഡ് എഫക്റ്റുകൾ വേറെ. ഇങ്ങനെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ ആശങ്കാജനകവും ഭയപ്പെടുത്തുമായിട്ടുള്ള ഓർമ്മകളാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എന്നാൽ ഇപ്പോൾ ഇതാ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതാ കോവിഡ് ലോകത്ത് പടർന്നു പിടിക്കുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട്. ഇത് ഇന്ത്യയിലേക്ക് വരുമോ? ഇതിൻ്റെ ഏറ്റവും പുതിയ ലക്ഷണങ്ങൾ എന്താണ്? ഇത് പിടിപെട്ട എന്ത് സംഭവിക്കും? പഴയ പോലെ ലോക്ക്ഡൗണൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ഭയവും പലർക്കുമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കോവിഡിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നിട്ട് പലർക്കും ഏറെ ആശങ്കയും നിലവിലുണ്ട്. എന്താണ് ഇപ്പോൾ പടരുന്ന ഈ കോവിഡ് വൈറസ്? ഇത് മാരകമാണോ? ഇതിൻ്റെ ലക്ഷണങ്ങൾ അപകടകാരിയാണോ? വിശദീകരിക്കാം. പണ്ട് നിങ്ങൾക്കറിയാമല്ലോ, കോവിഡ് തുടക്ക സമയത്തിലുണ്ടാകുന്ന മാരകമായിട്ടുള്ള കോവിഡിൻ്റെ വൈറസായിരുന്നു ഇത്. ശ്വാസകോശത്തെ ബാധിക്കുന്നവരിൽ മരണനിരക്ക് കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം 2021 ഒമിക്രോൺ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വന്നു. ഈ ഒമിക്രോൺ എന്ന് പറയുന്ന കോവിഡിൻ്റെ വേരിയൻ്റെ പ്രത്യേകത എന്താ? ഇതൊരു ജലദോഷപ്പനി പോലെ നിസ്സാരമാണ്. വന്നിരുന്നാലും നിസ്സാരമായി വന്നു പോകും. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർക്ക് ഈ ഒമിക്രോൺ വൈറസ് ബാധ ഉണ്ടാകുന്നുണ്ട്. ഈ ഒമിക്രോൺ വൈറസ് ബാധയുടെ ഏറ്റവും പുതിയ ജനിതക മ്യൂട്ടേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ള വേരിയേഷൻ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സിക്കാഡ BA.3.2 എന്നാണ് ഇതിൻ്റെ പേര്. പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. പതുങ്ങിയിരുന്നിട്ട് പെട്ടെന്ന് വീണ്ടും എടുത്തു ചാടുന്നവനെന്നാണ് ഈ സിക്കാഡ എന്ന പേരിൻ്റെ അർത്ഥം. ഈ സിക്കാഡ എന്ന് വിളിക്കുന്ന ഏറ്റവും പുതിയ ഈ കോവിഡ് വൈറസ് ഏകദേശം 2024 ആഫ്രിക്കയിലാണ് ഈ കോവിഡ് വേരിയൻറ്റ് തുടക്കം വന്നത്. ഈ വേരിയൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തുള്ള സ്പൈക്ക് പ്രോട്ടീനുകൾ എല്ലാം ഏകദേശം 70-75% പുതിയതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ കോവിഡ് വന്നു മാറിയിട്ടും കോവിഡ് വാക്സിൻ എടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ കോവിഡിനെതിരെയുള്ള ഒരു ആൻറ്റിബോഡി ഉണ്ട്. ഈ ആൻറ്റിബോഡിക്കെതിരെ ഈ പുറത്തുനിന്ന് ഇപ്പോൾ പുതിയ ഇതേ തരത്തിലുള്ള വൈറസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഇത് കയറത്തോ ഡെവലപ്പ് ചെയ്യത്തോ ഇല്ല. അതാണ് പൊതുവേ ഈ വൈറസ് നൽകിയിട്ടുള്ള ആൻറ്റിബോഡി. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ സ്പൈക്ക് പ്രോട്ടീനിൽ വന്നിട്ടുള്ള മോഡിഫിക്കേഷൻ, ഞാൻ പറഞ്ഞല്ലോ 75% മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡിക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള പുതിയ തരത്തിലുള്ള ജനിതക വേരിയേഷനാണ് ഈ കോവിഡ് വൈറസിൻ്റെ സിക്കാഡയുടെ ഈ സ്പൈക്ക് പ്രോട്ടീനിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? വൈറസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇതൊരു പുതിയ വൈറസാണ്. അതായത് പഴയതാണെങ്കിൽ പോലും പുതിയതായിട്ട് ശരീരം കാണും. വീണ്ടും ഈ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതാണ് ഈ സിക്കാഡ വൈറസിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ, ഇത് 2024 ആഫ്രിക്കയിൽ കണ്ടെങ്കിലും 2025 ആയപ്പോഴത്തേക്കും ഇത് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അമേരിക്കയിൽ ഇത് പടർന്നു പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും പുതിയ 2026 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകമെമ്പാടും 23 രാജ്യങ്ങളിൽ ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇലക്ഷനൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതിന് വലിയ വാർത്തയില്ലാത്തത്. ഈ വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാക്സിൻ എടുത്തവർക്കും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിനെതിരെ പ്രതിരോധശേഷി ഉണ്ടാവില്ല. ഈ വൈറസ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ സിക്കാഡ വൈറസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇത് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് ശക്തമായിട്ടുള്ള വേദന, അതായത് നമ്മുടെ തൊണ്ടയ്ക്കകത്ത് ഒരു ബ്ലേഡ് വെച്ച് വരഞ്ഞ എങ്ങനെയാണ് വേദന വരുന്നത് അതേ തരത്തിലുള്ള വേദനയോട് കൂടിയായിരിക്കും അസുഖം തുടങ്ങുന്നത്. അതോടൊപ്പം പനി, ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ, ശരീരം വേദന, ചുമ തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും കാണുന്നത്. വന്നു കഴിഞ്ഞാൽ 4 മുതൽ 5 ദിവസം ഡിസ്കംഫർട്ട് ഉണ്ടാക്കും, പോകും. പഴയകാല കോവിഡ് വൈറസ് പോലെ തന്നെ ഈ സിക്കാഡ വൈറസിനും മണം അറിയാനോ രുചി അറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടായി എനിക്കെല്ലാം ഈ അസുഖം വന്നു പോയിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു വരാം. യഥാർത്ഥത്തിൽ ലോകമെമ്പാടുമുള്ള ഒമിക്രോൺ വൈറസിൻ്റെ ഏകദേശം 30% ഇപ്പോൾ ഈ സിക്കാഡ വൈറസ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞു. അതായത് 100 പേരിൽ അസുഖം വന്നാൽ ഏകദേശം അതിൽ 30 പേർക്കും സിക്കാഡ ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇനിയാണ് ഏറ്റവും പുതിയ $1 മില്യൺ ചോദ്യം, നമ്മുടെ നാട്ടിൽ ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ 23 രാജ്യങ്ങൾ, ലോകരാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയും ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഈ വൈറസ് കാണാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പരിശോധിക്കുന്നില്ല, അതുകൊണ്ട് അറിയുന്നില്ല. ഉറപ്പായിട്ടും ഇവിടെയും ഈ വൈറസ് തന്നെയുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന പല ജലദോഷപ്പനി വന്നു പോയവർക്കും മണം അറിയാനുള്ള ബുദ്ധിമുട്ട് 3-4 ദിവസം കാണുന്നില്ലേ? തൊണ്ടവേദന ഇപ്പോൾ ശക്തമായിട്ട് കാണുന്നില്ലേ? അതെല്ലാം തന്നെ ഈ സിക്കാഡ വൈറസ് തന്നെ ആകാനാണ് സാധ്യത. അതുകൊണ്ട് ഈ വൈറസ് ഇതാ വരുന്നു, ഇവിടെ പടർന്നു പിടിക്കും, വീണ്ടും മാരകമാകും, ലോക്ക്ഡൗൺ വരുമെന്നുള്ള ഭയമൊന്നും വേണ്ട.
ഇപ്പോൾ ഇവിടെ പടർന്നു പിടിക്കുന്ന മിക്കവാറും കോവിഡ് വൈറസ് ഇത് തന്നെ ആകാനാണ് സാധ്യത. പരിശോധിക്കാത്തതുകൊണ്ട് ഈ വേരിയൻ്റ് ആണോ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയപ്പെടുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്, കടുത്ത ചൂടുണ്ട്, ഇലക്ഷനുണ്ട്, വേറെ പല പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കോവിഡിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, നമ്മുടെ നാട്ടിലെ ഭാഗമായിട്ട് മാറുന്നു. എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങളുള്ളവർക്ക്, ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്റ്റ് ശരീരത്തിൽ മറ്റു രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ളവർക്ക്, അതേപോലെ കടുത്ത ശ്വാസകോശ രോഗമുള്ളവർക്ക്, ഇപ്പോൾ കടുത്ത ശ്വാസമുട്ടൽ, ആസ്മ പോലുള്ള രോഗങ്ങളുള്ളവർക്കെല്ലാം തന്നെ ഒരുപക്ഷെ ഈ പുതിയ വേരിയൻ്റ് ബാധിച്ചു കഴിഞ്ഞാൽ ചെറിയ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ ശരീരത്തിൽ മുമ്പെല്ലാം പല തരത്തിലുള്ള ഈ പഴയ ഒമിക്രോൺ വേരിയൻ്റ് വൈറസൊക്കെ വന്നു പോയതുകൊണ്ടുണ്ടാകുന്ന ആൻറ്റിബോഡീസ് ഉള്ളതുകൊണ്ട് വളരെ ഗുരുതരമാകാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇത് നാട്ടിൽ പടർന്നു പിടിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ സിക്കാഡ വൈറസിനെ കുറിച്ചുള്ള വാർത്തകൾ, പുതിയ കോവിഡ് വരുന്നു എന്നുള്ള വാർത്തകൾക്ക് ഒരു വാർത്ത എന്നതിനപ്പുറം നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കുകയോ അമിതമായിട്ട് ഭയപ്പെടുകയോ ചെയ്യേണ്ട സാഹചര്യമില്ല. നമ്മളെല്ലാവരും സമാധാനമായി വ്യായാമമൊക്കെ ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പിയായിട്ട് ജീവിച്ചാൽ മതി. ഇത് കോവിഡിനെ കുറിച്ചുള്ള വാർത്തകൾ ഭയപ്പെടുന്ന എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം പുതിയ വൈറസ് വരുന്നു എന്ന് കേട്ട് ഭയപ്പെടുന്ന ഒരുപാട് പേര് ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.